അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുൽഹിജ്ജ പവിത്രതകൾ നിറഞ്ഞ മാസം. ചന്ദ്രവർഷത്തിലെ 4 പവിത്ര മാസങ്ങളിൽ സുപ്രധാന മാസമാണ് ദുൽഹിജ്ജ. ദുൽഖഅദ്, മുഹറം, റജബ് എന്നിവയാണ് ബാക്കി 3 മാസങ്ങൾ. ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ 5-ാമത്തെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഈ മാസത്തിലാണ് വരുന്നതും ഇതര മാസങ്ങളിൽ നിന്നും ദുൽഹിജ്ജയെ ശ്രദ്ധേയമാക്കുന്നു. ദുൽഹിജ്ജ മാസത്തിന് ധാരാളം മഹത്വങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട്. ഈ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളെ സത്യം ചെയ്യാൻ ഖുർആൻ പ്രയോഗിച്ചു എന്നതും ഈ മാസത്തിൻ്റെ പവിത്രത വിളിച്ചോതുന്നുണ്ട്. ഖുർആൻ 89-ാം അധ്യായത്തിൻ്റെ 2-ാം സൂക്തത്തിലാണ് 10 ദിവസങ്ങളെ സത്യം ചെയ്ത് പറയുന്നത്. ഈ മാസത്തിൻ്റെ പവിത്രതയനുസരിച്ച് അതിൽ ധാരാളം നന്മകൾ ഇസ്ലാം വിവരിക്കുന്നുണ്ട്. ഹജ്ജിൻ്റെ നിബന്ധനകൾ പൂർണ്ണമായും ഒത്തുവരികയും ഹജ്ജിനായി സൗകര്യപ്പെടുകയും ചെയ്തവർ സ്വാഭാവികമായും ആ കർമ്മവും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളിലുമായിരിക്കും ഈ മാസത്തിൽ ഉണ്ടാവുക. ഹജ്ജ് കർമ്മങ്ങൾക്ക് പുറമെ ഈ മാസത്തിൻ്റെ പ്രത്യേകം സുന്നത്താവുന്ന ഒന്നാണ് ഹജ്ജ് തീർത്ഥാടകരല്ലാത്തവന് 1 മുതൽ 9 കൂടിയ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ്, പ്രത്യേകിച്ചും അറഫാ ദിവസമായ 9-ൻ്റെ പകൽ വ്രതമെടുക്കൽ. അറഫാ ദിവസത്തെ നോമ്പ് കഴിഞ്ഞ വർഷത്തെയും വരും വർഷത്തെയും തെറ്റുകൾ പൊറുപ്പിക്കുമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഹാജിക്ക് നോമ്പ് പിടിക്കാതിരിക്കലാണ് സുന്നത്തെന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നു. മുഹറം മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിലെ നോമ്പിനേക്കാൾ പവിത്രത ദുൽഹിജ്ജിലെ ആദ്യത്തെ 9 ദിവസങ്ങൾക്കാണെന്ന് ഫത്ഹുൽ മുഈൻ വിവരിക്കുന്നു. ദുൽഹിജ്ജ 10 ദിവസങ്ങളിലെ ആരാധനയേക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു ദിവസവുമില്ല. ആ ദിവസങ്ങളിലെ ഓരോ നോമ്പും ഒരു വർഷത്തെ നോമ്പിന് സമാനമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ് അതിന് തെളിവായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്. ഈ മാസത്തിലെ മറ്റൊരു സുന്നത്താണ് ഉളഹിയ്യത്ത്. നിബന്ധനകൾ ഒത്ത ഒരുവിനെ ബലിപെരുന്നാൾ ദിവസത്തെ സൂര്യൻ ഉദിച്ച് 2 റക്അത്ത് നിസ്കരിക്കാനും 2 ഖുതുബക്കുമുള്ള സമയം കഴിഞ്ഞ് മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അവസാനം വരെയാണ് അറുക്കാനുള്ള സമയം. ഉളിയ്യത്ത് അറുക്കൽ ശക്തമായ സുന്നത്താണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കൗസർ 2-ാമത്തെ ആയത്തിലൂടെ കൽപ്പിക്കുന്നത് ഈ ഉളിയ്യത്ത് അറുക്കലിനെയാണെന്ന്. പെരുന്നാൾ ദിവസത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് ഉളിയ്യത്ത് അറുക്കലാണെന്നും അതിന് രക്തം ഭൂമിയിലെത്തും മുമ്പ് പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നും ഹദീസിലുണ്ട്. ഉളിയ്യത്തിൻ്റെ മൃഗം പരലോകത്ത് വാഹനമാണ്. അതിനാൽ അറുക്കാനുള്ള മൃഗത്തെ നിങ്ങൾ ആദരിക്കണമെന്ന് പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസുമുണ്ട്. ഉളിയ്യത്ത് അറുക്കൽ ഉദ്ദേശിക്കുന്നവന് മുടിനകം പോലെ ഒത്തവ നീക്കം ചെയ്യൽ കറാഹത്താണ്. ഉളിയ്യത്ത് അറുക്കുന്നതിലൂടെ ലഭിക്കുന്ന പാപമോചനവും നരകമോചനവും അവർക്ക് കൂടി ലഭിക്കാനാണ് ഇതെന്ന് ഈ ആയത്തിൽ വിവരിച്ചിട്ടുണ്ട്. അറഫാ ദിവസത്തെ സുബ്ഹി മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അസർ വരെ എല്ലാ നിസ്കാരങ്ങൾക്ക് പിറകെ തക്ബീർ ചൊല്ലൽ ഈ ദിവസങ്ങളിൽ മറ്റൊരു സുന്നത്താണ്. അതുപോലെ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ നാൽക്കാലികളെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോഴും തക്ബീർ സുന്നത്താണ്. പെരുന്നാൾ രാവിലെ സൂര്യൻ അസ്തമിച്ചത് മുതൽ ഇമാം നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ തക്ബീർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കലും സുന്നത്താണ്. ഇതര മാസങ്ങളിൽ സുന്നത്തുള്ള സൂറത്തുകൾ, ആയത്തുകൾ എന്നിവയ്ക്ക് പുറമെ ഈ 10 ദിവസങ്ങളിൽ ഫജ്ർ സൂറത്ത് പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. നിസ്കാരവും 2 ഖുതുബയും ബലിപെരുന്നാൾ ദിവസത്തിൽ വരുന്ന സുന്നത്തുകളാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെയും കുടുംബത്തിൻ്റെയും സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ദുൽഹിജ്ജ മാസം വിശ്വാസികളുടെ ആത്മീയ ഉന്നമനത്തിന് കൂടുതൽ കരുത്ത് പകരുന്നതാണ്. തിന്മകളുടെ അന്ധകാരങ്ങളോട് ദൃഢവിശ്വാസത്തിൻ്റെ കരുത്തിൽ രാജിയാവാനും ദൈവിക പ്രേരി നേടിയെടുക്കാനും ഇബ്രാഹിം സ്മരണയിലൂടെ ദുൽഹിജ്ജ വിശ്വാസികൾക്ക് മാതൃകയാണ്. നമ്രൂദിൻ്റെ തീകുണ്ടാരത്തെ സമാനം കൈനീട്ടി സ്വീകരിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആധുനിക കാലത്ത് വിശ്വാസികൾ നേടിയിരുന്ന തടസ്സങ്ങൾ എന്ത് നിലപാടെടുക്കണമെന്ന് വ്യക്തമായ സന്ദേശമാണ്. സ്വന്തം ഭാര്യയെയും മക്കളെയും ആദർശ പ്രചരണ വഴിയിൽ ദൈവ കൽപ്പന പ്രകാരം വെള്ളമോ ജനവാസമോ ഇല്ലാത്ത മക്ക മരുഭൂമിയിൽ വിട്ടേച്ച് പോകേണ്ടി വരുന്ന മഹാജീവിതം വിശ്വാസികൾക്ക് നൽകുന്ന ഉദാത്തമായ മാതൃക ജീവിതമാണ്.
ലോക മുസ്ലിങ്ങളുടെയൊക്കെ വിലയായ കഅബയുടെ നിർമ്മാണത്തിലുള്ള ആഹ്വാനം ലഭിച്ചപ്പോൾ മകൻ്റെ സഹായത്തോടെ കല്ലുകൾ ഏറ്റിക്കൊണ്ട് വന്ന് നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നതിലൂടെ നന്മയുടെ നിർമ്മാണങ്ങൾക്ക് മുൻ പരിചയം ആവശ്യമില്ലെന്നും അത്തരം കൽപ്പനകളുടൻ സാക്ഷാത്കരിക്കുകയാണ് വേണ്ടതെന്നും മഹാൻ പഠിപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ഭാര്യ ഹാജറ ബീവിയുടെയും മക്കൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം പിതാവിൻ്റെ ആദർശവയിലൂടെ വെട്ടിത്തിളങ്ങി നിന്നതും ദുൽഹിജ്ജയുടെ ഓർമ്മകളാണ്. ഇങ്ങനെ ദുൽഹിജ്ജ നൽകുന്ന വിവരങ്ങൾ വിശ്വാസികൾക്ക് ആത്മബലവും ഈമാനിക ദൃഢതയും വിശ്വാസവർദ്ധനവും പ്രദാനം ചെയ്യേണ്ടതാണ്. അതിനായി വരും ദിനങ്ങളെ ഉപയുക്തമാക്കാൻ വിശ്വാസികൾക്ക് ദുൽഹിജ്ജ അവസരമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.